ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് പിയർ ട്യൂട്ടറിംഗ് എന്ന ടോപ്പിക്കിനെ പറ്റി നോക്കാം. ഇത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ സെമസ്റ്റർ 1 നാച്ചുറൽ സയൻസ് സബ്ജക്റ്റിൻ്റെ ഒരു മോഡ്യൂളിലെ ടോപ്പിക്കാണ്. പിയർ ട്യൂട്ടറിംഗ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ആൻ എഡ്യൂക്കേഷൻ പ്രാക്ടീസ് വിച്ച് ഇൻവോൾവ് 1-to-1 ഇൻസ്ട്രക്ഷൻ. ഒരാൾ മറ്റൊരാൾക്ക് കൊടുക്കുന്ന ഒരു ഇൻസ്ട്രക്ഷനാണ് ഇത്. അതിൽ ഒരാളെന്ന് പറയുന്നത് ട്യൂട്ടറാണ്. ട്യൂട്ടർ ആരെയാണോ ഹെൽപ്പ് ചെയ്യുന്നത് അയാളെ നമുക്ക് ട്യൂട്ടി എന്ന് വിളിക്കാം. ഇവിടെ ട്യൂട്ടർ അതേ ക്ലാസ്സിൽ നിന്നുള്ള കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഹയർ ക്ലാസ്സിൽ നിന്നുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കാം ഇവിടെ ട്യൂട്ടറായിട്ട് നിൽക്കുന്നത്. ട്യൂട്ടി ഏതെങ്കിലും രീതിയിൽ വീക്കായിട്ടുള്ളതോ ബാക്ക്വേർഡായിട്ടോ പഠിത്തത്തിൽ നിൽക്കുന്ന ഒരു കുട്ടിയായിരിക്കും ട്യൂട്ടി. In India, this educational method have not got that much attention from government as well as the educationalist. നിങ്ങൾക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ ഈ മെത്തേഡൊക്കെ പുതിയതായിട്ട് ഇന്നോവേറ്റീവ് ടീച്ചിങ് സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞ് ഇത് എന്താ പറയണേ, അതിനൊരു ഇമ്പോർട്ടൻസ് എല്ലാവരും കണ്ടുവരുന്നേ ഉള്ളൂ. ഗവൺമെൻറ്റും എഡ്യൂക്കേഷണലിസ്റ്റും ഇത്രയും നാളും ഇതിന് ഭയങ്കരമായിട്ടൊരു എൻകറേജ്മെൻ്റ് ഒന്നും കൊടുത്തിരുന്നില്ല. ഇൻ ഇൻക്ലൂസീവ് സ്കൂൾ വെൻ ഇറ്റ് ഈസ് നീഡഡ് സെയിം ഏജ് ഓർ ക്രോസ് ഏജ് ട്യൂട്ടറിങ് ക്യാൻ ബി ഡൺ. ഇൻക്ലൂസീവ് സ്കൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻക്ലൂസീവ് സ്കൂൾ എന്ന് പറഞ്ഞാൽ ആ സ്കൂളിൽ എല്ലാ രീതിയിലും കുട്ടികൾ വരും, എല്ലാ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള കുട്ടികൾ വരും. ചിലപ്പോൾ ബ്ലൈൻഡ് സ്റ്റുഡൻസ് കാണും, വേറെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികൾ കാണും, ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് കാണും, വീക്ക് സ്റ്റുഡൻസ് കാണും. അങ്ങനെ എല്ലാ ഗ്രൂപ്പിലുള്ള സ്റ്റുഡൻസും കൂടെ കൂടിയുള്ള ഒരു സ്കൂളാണ് പറയുന്നത് ഇൻക്ലൂസീവ് സ്കൂൾ എന്ന്. അപ്പോൾ നമുക്ക് പറയാം, ഇപ്പോൾ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റും സംസാരിക്കാൻ പറ്റാത്തൊരു സ്റ്റുഡൻറ്റിനും സാധാ കുട്ടികൾക്ക് യൂസ് ചെയ്യുന്ന അതേ ടീച്ചിങ് മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഈ പിയർ ട്യൂട്ടറിങ് മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. ഏതെല്ലാം സ്കിൽസ് നമുക്കിവിടെ ഡീൽ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. പിയർ ട്യൂട്ടറിങ് വെച്ച് നമുക്ക് എന്ത് സ്കില്ല് വേണമെങ്കിലും ട്യൂട്ടിയെ പഠിപ്പിച്ചു കൊടുക്കാം. അതായത് സ്പെല്ലിങ്ങിൽ വീക്കായിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിന് സ്പെല്ലിങ് എങ്ങനെ പെട്ടെന്ന് പഠിക്കാമെന്നുള്ളൊരു ടെക്നിക്ക് പഠിപ്പിച്ചു കൊടുക്കാം. ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാം. പിന്നെ അരിത്തമെറ്റിക് സ്കില്ല്, സോഷ്യൽ ബിഹേവിയർ സ്കില്ല്, ഇതെല്ലാം നമുക്ക് പിയർ ട്യൂട്ടറിങ് വഴി ഗെയിൻ ചെയ്യാൻ പറ്റിയ ഒന്നാണ്. ദെൻ പിയർ ട്യൂട്ടറിംഗ് ഷുഡ് ബി ഒക്കർ 2 to 3 times a week for 20 minutes in last period, and the timing can be increased or decreased on the basis of the performance from both the side. ഇതിപ്പോൾ ഒരു ടീച്ചറിന് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സമയത്ത് ഈ പിയർ ട്യൂട്ടറിങ് മെത്തേഡ് യൂട്ടിലൈസ് ചെയ്യാം. ചിലപ്പോൾ ലാസ്റ്റ് പീരീഡ് യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ ബാക്കി കുട്ടികളെല്ലാം വേണമെങ്കിൽ ലൈബ്രറി ആ സമയത്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അല്ലെങ്കിൽ എല്ലാ കുട്ടികളെയും ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ട് നമുക്ക് പിയർ ട്യൂട്ടറിങ് മെത്തേഡ് യൂസ് ചെയ്യാം. അങ്ങനെ ഇപ്പോൾ ഈ പിയർ ട്യൂട്ടറിംഗ് കൊണ്ട് നല്ല ഗുണമുണ്ട്, പെർഫോമൻസ് കൂടുന്നുണ്ടോ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പിയർ ട്യൂട്ടറിംഗ് ആഴ്ചയ്ക്ക് 2 എന്നുള്ളത് 3 പ്രാവശ്യമോ 4 പ്രാവശ്യമോ ആക്കി മാറ്റുകയും ചെയ്യാം. അങ്ങനെ പിയർ ട്യൂട്ടറിംഗ് ടീച്ചറിൻ്റെ സൂപ്പർവിഷനിൽ നടക്കുന്ന ഒരു മെത്തേഡാണ്. ഇനി ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തെല്ലാമെന്ന് നോക്കാം നമുക്ക്. ഇത് ശരിക്കും പറഞ്ഞാൽ ഓൾ ദ ഡൊമൈൻസ് ഓഫ് ദ സ്റ്റുഡൻസ് ഓഫ് ആൻ എഫക്റ്റഡ് സ്റ്റുഡൻറ്റ് ടാർഗറ്റഡ് ഇൻ ദിസ് മെത്തേഡ്. അതായത് നിങ്ങൾ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്, ഓരോരോ ഡൊമൈൻ ഉണ്ട് നമുക്ക്. കോഗ്നിറ്റീവ് ഡൊമൈൻ, അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇൻ്റലിജൻസ്, ഓർമ്മ, അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡീൽ ചെയ്യുന്നതാണ് കോഗ്നിറ്റീവ് ഡൊമൈൻ. പിന്നെ സോഷ്യൽ ഡൊമൈൻ, സോഷ്യൽ സ്കിൽസ് പഠിപ്പിക്കുന്നത്. പിന്നെ സൈക്കോമോട്ടോർ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കലി ഒരു സ്റ്റുഡൻറ്റിനെ എഫക്റ്റ് ചെയ്യണ ഒരു ഏരിയ ആണത്. അങ്ങനെ ഈ ഒബ്ജക്റ്റീവിനെ നമുക്ക് 3ആയിട്ട് തിരിക്കാം: കോഗ്നിറ്റീവ് ഡൊമൈൻ, സോഷ്യൽ ഡൊമൈൻ ആൻഡ് സൈക്കോമോട്ടർ ഡൊമൈൻ. ഇതിൽ ഇറ്റ് പ്രൊമോട്ട് സോഷ്യൽ ആൻഡ് അക്കാഡമിക് ഡെവലപ്മെൻറ്റ് ഫോർ ബോത്ത് ദ ട്യൂട്ടർ ആൻഡ് ട്യൂട്ടി. നമുക്കറിയാം, ഒരു ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ടീച്ചർ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണെന്ന് നമ്മൾ പറയും. ഇവിടെ ട്യൂട്ടിയെ പഠിപ്പിക്കുമ്പോൾ ട്യൂട്ടറും പഠിച്ചുകൊണ്ടേയിരിക്കുക, പുതിയ നോളജ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് അക്കാഡമിക്കും സോഷ്യൽ സ്കില്ലും ട്യൂട്ടറുടെയും ട്യൂട്ടിയിലെയും ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇൻക്രീസസ് സെൽഫ് കോൺഫിഡൻസ് ഇൻ ട്യൂട്ടർ ആൻഡ് ട്യൂട്ടി ഓൾസോ. സെൽഫ് കോൺഫിഡൻസ് കൂടും, കാരണം ട്യൂട്ടി ചില കാര്യങ്ങളിൽ വീക്കായിരിക്കും. അതിനെ ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ട്യൂട്ടർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ ട്യൂട്ടറുടെ സെൽഫ് കോൺഫിഡൻസും കൂടുകയാണ്. കാരണം എനിക്ക് ഈ കുട്ടിയെ ഇത്രമാത്രം ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് ഇതിനുള്ള ഒരു എബിലിറ്റി ഉണ്ട് എന്ന് ട്യൂട്ടർ മനസ്സിലാക്കുകയാണ്. അതേപോലെ തന്നെ ട്യൂട്ടറുമായിട്ടുള്ള ഒരു ക്ലോസ് കോണ്ടാക്റ്റും ക്ലോസ് കോർഡിനേഷനും ഇവിടെ ട്യൂട്ടറും ട്യൂട്ടിയും കൂടെ വരുന്നതുകൊണ്ട് ട്യൂട്ടിക്കും തോന്നും, ഓക്കെ, ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, വേറൊരാളുടെ ഒരു ഹെൽപ്പ് വെച്ചാണെങ്കിൽ പോലും എനിക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ സെൽഫ് കോൺഫിഡൻസ് കൂടും. ദെൻ എൻഗേജ്മെൻറ്റ് ഓഫ് സ്റ്റുഡൻസ് ഇൻക്രീസസ് ഇൻ ടാസ്ക് കംപ്ലീഷൻ. അപ്പോൾ ഓരോ കുട്ടിയുടെ എൻഗേജ്മെൻറ്റ് കൂടും.
പഠിപ്പിച്ചോളും. ടീച്ചർ കുറേ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചില കുട്ടികൾ അതിൽ സീരിയസ് അല്ലാതിരിക്കാം. പക്ഷേ ഇത് ഒരു കുട്ടിയെ ഒരു കാര്യം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അത് അവൻ്റെ ഉത്തരവാദിത്തമാണെന്നുള്ള ചിന്തയോടുകൂടി ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി കൂടും. പിന്നെ ദ സ്ട്രാറ്റജി ഈസ് വെൽ സപ്പോർട്ടഡ് ബൈ എ സ്ട്രോങ് റിസർച്ച് ബേസ്. ഇതിനൊരു സ്ട്രോങ് റിസർച്ച് ബേസ് ഉണ്ട്. കാരണം ഈ ഒരു ട്യൂട്ടിയെ പഠിപ്പിക്കുന്നു. ആ ട്യൂട്ടിക്ക് ഏത് രീതിയിലുള്ള വീക്ക്നെസ് ആണുള്ളത്, ആ വീക്ക്നെസ് ഉള്ള കുട്ടിക്ക് ഏത് മെത്തേഡാണ് നല്ലത് എന്നല്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിന് റിസർച്ച് ഫീൽഡിൽ എങ്ങനെ ഹെൽപ്പ് ചെയ്യാം? ഫോർ എക്സാമ്പിൾ, ഒരു ബ്ലൈൻഡ് സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഒരു സംസാരിക്കാത്ത കുട്ടി, ആ കുട്ടിയെ ഒരു ട്യൂട്ടർ പഠിപ്പിക്കുമ്പോൾ ഓരോ ദിവസം ആ ഒരു ടാസ്ക് ചെയ്യുമ്പോൾ ആ ട്യൂട്ടർക്ക് മനസ്സിലാവും ഏത് ടെക്നിക്കായിരിക്കും ഈ കുട്ടിക്ക് ഏറ്റവും നല്ലതെന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഫീൽഡിൽ റിസർച്ച് ചെയ്യാനായിട്ട് ഒരു റിസർച്ച് ബേസ് അവിടെ ഉണ്ടാക്കിയെടുക്കാനാണ് ഈ മെത്തേഡ് വഴി നമുക്ക് പറ്റുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രൊസീജിയർ എന്തെല്ലാമെന്ന് നോക്കാം. പിയർ ട്യൂട്ടറിംഗ് ഈസ് എ സിസ്റ്റമാറ്റിക് അപ്രോച്ച് ആൻഡ് ഷുഡ് ബി അപ്ലൈഡ് ത്രൂ എക്സാക്ട് പ്രൊസീജിയർ ഫോർ ദ പിയർ ഷുഡ് ബി ട്രെയിൻഡ് ബിഫോർ ട്യൂട്ടറിങ് ദ ട്യൂട്ടി. നിങ്ങൾക്കറിയാം, ഇവിടെ ട്യൂട്ടർ ആരാണ്? ഒരു കുട്ടിയാണ് അല്ലേ, അതേ ക്ലാസ്സിൽ നിന്നുള്ളത് അല്ലെങ്കിൽ ഒരു ഹയർ ക്ലാസ്സിൽ നിന്നുള്ള കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിക്ക് എന്ത് ലഭിക്കണം? ആ കുട്ടിക്ക് നല്ലൊരു ട്രെയിനിങ് ലഭിക്കണം. എങ്ങനെ ഈ പിയർ ട്യൂട്ടറിംഗ് മെത്തേഡ് കൊണ്ടുപോകാം എന്നുള്ള കാര്യത്തിലൊരു ട്രെയിനിങ് ലഭിക്കണം. അത് ആര് കൊടുക്കണം? സൂപ്പർവൈസർ ടീച്ചർ ആ കാര്യത്തിൽ ആ കുട്ടിയെ ഹെൽപ്പ് ചെയ്യണം. ഇറ്റ് ഇൻവോൾവ്സ് ടീച്ചിങ് ദം അബൌട്ട് പ്രൊസീജിയർ, practicing before starting real peer tutoring, and how and when to give feedback, and teach them how to monitor carefully their own and their partners progress. എന്തൊക്കെ പഠിപ്പിക്കണം? ഏത് പ്രൊസീജിയറെല്ലാം ഇവിടെ യൂസ് ചെയ്യാമെന്ന് പഠിപ്പിക്കണം. പിന്നെ ആ പ്രൊസീജിയർ എങ്ങനെ പ്രാക്ടീസിൽ കൊണ്ടുവരാമെന്നുള്ള കാര്യവും നമ്മൾ ട്യൂട്ടർക്ക് ട്രെയിനിങ് കൊടുക്കണം. അതേപോലെ തന്നെ എപ്പോഴൊക്കെ ഫീഡ്ബാക്ക് തരണം. ടീച്ചർ സൂപ്പർവൈസറിന് ട്യൂട്ടർ ഫീഡ്ബാക്ക് കൊടുക്കണം. ആരെപ്പറ്റി? ട്യൂട്ടർ പഠിപ്പിക്കുന്ന ടെക്നിക്ക് അത് എവിടം വരെ എത്തി എന്നുള്ള കാര്യത്തെപ്പറ്റി കൊടുക്കണം. പിന്നെ ട്യൂട്ടിയുടെ പ്രോഗ്രസ്സിനെ പറ്റിയും കൊടുക്കണം. ഇവിടെ ട്യൂട്ടർ എന്തൊക്കെ ചെയ്യേണ്ടത്? സ്വന്തം പ്രോഗ്രസ് മോണിറ്റർ ചെയ്യണം. അതേസമയം തന്നെ പാർട്ട്ണറുടെ അല്ലെങ്കിൽ ട്യൂട്ടിയുടെ പ്രോഗ്രസ്സും എന്ത് ചെയ്യണം? മോണിറ്റർ ചെയ്യണം. അതിൻ്റെ ഫീഡ്ബാക്ക് ആർക്ക് കൊടുക്കുകയും വേണം? സൂപ്പർവൈസർ ടീച്ചറിന് കൊടുക്കുകയും വേണം. ഫോളോയിങ് ആർ ദ പ്രൊസീജിയേഴ്സ്. വിച്ച് ആർ ദ പ്രൊസീജിയർ? ഡെമോൺസ്ട്രേഷൻ പ്രൊസീജിയർ, ടെസ്റ്റ്, ടീച്ച്, ടെസ്റ്റ് പ്രൊസീജിയർ, ഗ്രൂപ്പ് ഓർ പെയർഡ് ടീച്ചർ പ്രൊസീജിയർ. ഇനി ഈ ഓരോ പ്രൊസീജിയേഴ്സും നമുക്ക് നോക്കാം. ഇത് എന്താണ് ഇതിൻ്റെ ഡെഫിനിഷൻ, എങ്ങനെയാണ് നമുക്കിത് ഡിഫൈൻ ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഡെമോൺസ്ട്രേഷൻ നോക്കാം. ദിസ് മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ് ഷോ ഡു ആക്ടിവിറ്റി. ഒരാൾ കാണിക്കുന്നു, പിന്നെ ഒരാൾ അത് നോക്കി ചെയ്യുന്നു. പിയർ ട്യൂട്ടർ ഷോ ഓർ ഡെമോൺസ്ട്രേറ്റ്സ് വൺ or some activity and tutor has to repeat the activity. അതിനാണ് എന്ത് പറയുന്നത്? ഡെമോൺസ്ട്രേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഈ ഡെമോൺസ്ട്രേഷൻ എങ്ങനെ നടത്തണം എന്നുള്ളത് ട്യൂട്ടർക്ക് ആരാദ്യം പറഞ്ഞു കൊടുക്കും? പ്ലാനിങ്ങിൽ ടീച്ചർ സൂപ്പർവൈസർ പറഞ്ഞു കൊടുക്കും. അടുത്തത് നോക്കാം. ടെസ്റ്റ്, teach, test procedure. In this method, tutor tests the performance of the tutee, and if something is lacking, tutor again teach and take the test till increase in tutie's performance. ട്യൂട്ടിയുടെ പെർഫോമൻസ് എന്ത് ഒബ്ജക്റ്റീവാണ് നമുക്കവിടെ നേടേണ്ടത് ആ ലെവൽ വരെ ആകുന്നവരെ പിന്നെയും ആര് പറഞ്ഞു കൊടുക്കും? ട്യൂട്ടർ പിന്നെയും ഹെൽപ്പ് ചെയ്ത് ആ ഒരു സ്കില്ല് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പഠിക്കാനുള്ള ഒരു ആക്ടിവിറ്റി ആയിക്കോട്ടെ അതിൻ്റെ ഒബ്ജക്റ്റീവ് എത്തുന്നവരെ ഈ ട്യൂട്ടിയെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കും, ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ടെസ്റ്റ്, ടീച്ച്, ടെസ്റ്റ് പ്രൊസീജിയർ. പിന്നെ ഗ്രൂപ്പ് ഓർ പെയർഡ് ടീച്ചർ പ്രൊസീജിയർ. അതെന്താണെന്ന് നമുക്ക് അടുത്ത് നോക്കാം. ഇൻ ദിസ് മെത്തേഡ് ബോത്ത് ദ ട്യൂട്ടർ ആൻഡ് ട്യൂട്ടി വർക്ക് ആസ് എ ടീം. ഇവിടെ ട്യൂട്ടറും ട്യൂട്ടിയും ഒരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഇംഗ്ലീഷിൻ്റെ ഒരു ലെസണാണ് അവിടെ ട്യൂട്ടിയെ പഠിപ്പിക്കുന്നു വയ്ക്കുക. അപ്പോൾ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് ട്യൂട്ടർ വായിക്കും, അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് സ്പെല്ലിങ്സ് എല്ലാം മാർക്ക് ചെയ്യും, അതിൻ്റെ ആശയം അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് പറഞ്ഞു മനസ്സിലാക്കും. അടുത്തത് ആരാണ് ചെയ്യേണ്ടത്? പിന്നെ ട്യൂട്ടി ചെയ്യണം. ഇതേ പ്രൊസീജിയർ തന്നെ, പാരഗ്രാഫ് വായിക്കുക, അതിൽ അതിൻ്റെ മീനിങ് പറയുക അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് സ്പെല്ലിങ്സ് മാർക്ക് ചെയ്യുക, അതെല്ലാം ചെയ്യാം. അപ്പോൾ ചിലപ്പോൾ ട്യൂട്ടി ഇവിടെ ഹെൽപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ ആസ് എ ടീമാണ് ഇവിടെ അവർ വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിക്രീസ് ദ പ്രഷർ ഓഫ് ദ ടീച്ചർ, അല്ലേ? ഇവിടെ ടീച്ചറിന് ഒരു ക്ലാസ്സിലെ 30 കുട്ടികളെ പഠിപ്പിക്കണം. അതിൽ പല തരത്തിലുള്ള കുട്ടികളുണ്ടാവും, വീക്കായിട്ടുള്ളവരുണ്ടാവും, ബ്രൈറ്റ് ആയിട്ടുള്ളവരുണ്ടാവും. ഒരു ടീച്ചറിന് ഒരു തവണ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും, 2 തവണ പറ്റും. പക്ഷേ എല്ലാ കുട്ടികൾക്കും പറ്റുന്ന ഒരു രീതിയിൽ ചിലപ്പോൾ ഒരു എക്സ്പ്ലനേഷൻ ചില സമയത്ത് സാധ്യമായെന്ന് വരില്ല. അങ്ങനെയുള്ള സമയത്ത് ഒരു ടീച്ചർ ക്ലാസ്സിലെ ഒരു കുട്ടിയെ തന്നെ, ഒരു വീക്ക് സ്റ്റുഡൻറ്റിനെ അല്ലെങ്കിൽ ആ പാർട്ട് മനസ്സിലാവാത്ത ഒരു കുട്ടിയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ എന്താ, ടീച്ചറുടെ
ടീച്ചറുടെ പ്രഷർ അവിടെ കുറയുക ചെയ്യുന്നത്. പിന്നെ ദ സിസ്റ്റം അലൗസ് സ്ലോ ലേണേഴ്സ് ഇൻ സ്ട്രെസ് ഫ്രീ എൻവയോൺമെൻറ്റ് വിത്ത് ഹിസ് ട്യൂട്ടർ. ഈ സിസ്റ്റം എന്ത് രീതിയിലാണ് സ്ലോ ലേണേഴ്സിനെ ഹെൽപ്പ് ചെയ്യണേ? ഒരു സ്ട്രെസ് ഫ്രീ എൻവയോൺമെൻറ്റ് ആക്കി കൊടുക്കും. കാരണം ട്യൂട്ടറെ മാത്രം ഡീൽ ചെയ്താൽ മതി ട്യൂട്ടിക്ക് അവിടെ. അതായത് ട്യൂട്ടറുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുത്ത് കഴിയുമ്പോൾ ട്യൂട്ടിയും എല്ലാ വിധത്തിലും ഒരു സ്ട്രെസ് ഇല്ലാത്തൊരു അറ്റ്മോസ്ഫിയറിൽ പഠിക്കാൻ ഉള്ള രീതിയിൽ ആവാൻ പറ്റും ഈ പിയർ ട്യൂട്ടറിങ് മെത്തേഡിൽ. ഇറ്റ് ഡെവലപ്സ് ഡീപ്പ് സോഷ്യൽ ബോണ്ട് ബിറ്റ്വീൻ ദ ട്യൂട്ടർ ആൻഡ് ട്യൂട്ടി. ഇവിടെ ഒരു നല്ല സോഷ്യൽ ബോണ്ട് ഉണ്ടാവും, അവർ തമ്മിൽ നല്ലൊരു അടുപ്പം ഉണ്ടാവും. അപ്പോൾ ട്യൂട്ടർക്ക് എന്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം, അതേപോലെ തന്നെ ട്യൂട്ടിക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ട്യൂട്ടറോട് ചോദിക്കാനും പറ്റും. ഇറ്റ് ഗീവ്സ് കോൺഫിഡൻസ് ടു ട്യൂട്ടർ ആൻഡ് ഹെൽപ്സ് ടു ലേൺ ടീച്ചിങ് സ്കിൽസ് ആൻഡ് വിൽ ബി ബെനിഫിഷ്യൽ ഇൻ ലൈഫ്. ചിലപ്പോൾ ഒരു ട്യൂട്ടർ ഭാവിയിൽ ഒരു ടീച്ചറോ പ്രൊഫസറോ എല്ലാം ആവാനായിരിക്കും പോകുന്നത്. അപ്പോൾ ഈ ടീച്ചിങ് സ്കിൽ അത് സ്കൂളിൽ ഡെവലപ്പ് ചെയ്ത ഈ ടീച്ചിങ് സ്കില്ല് ലൈഫിലും ഈ ട്യൂട്ടറെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് ദ ഗ്രേഡ്. അപ്പോൾ രണ്ടുപേരുടെയും ഗ്രേഡ് കൂട്ടാനായിട്ട് ഈ മെത്തേഡ്, ഗ്രേഡ് മാർക്കിൻ്റെ കാര്യത്തിൽ കൂട്ടാനായിട്ട് ഈ മെത്തേഡ് ഹെൽപ്പ് ചെയ്യും. ദെൻ 6th point, ഇൻക്രീസ് ഓപ്പർച്യൂണിറ്റീസ് ടു റെസ്പോണ്ട് ഇൻ സ്മോളർ ഗ്രൂപ്പ് വിത്തൗട്ട് ഹെസിറ്റേഷൻ. നിങ്ങൾക്കറിയാം, നിങ്ങളൊരു 100 പേരുള്ള ഒരു ക്ലാസ്സിൽ എന്തെങ്കിലും പറയാനോ അല്ലെങ്കിൽ ഒരു ക്ലാസ് എടുക്കാനോ പറഞ്ഞാൽ ഒരു ടെൻഷൻ ഉണ്ടാവും നമുക്ക്. ഒരു സ്മോൾ ഗ്രൂപ്പിലാണെങ്കിലോ നമുക്ക് അത്ര ഹെസിറ്റേഷൻ ഉണ്ടാവില്ല. ഓക്കെ, കുറച്ചുകൂടെ നമ്മൾ ഫ്രീ ആവും. അപ്പോൾ ഈ പിയർ ട്യൂട്ടറിങ് മെത്തേഡിൽ ഒരു സ്മോൾ ഗ്രൂപ്പാണ്. അപ്പോൾ വിത്തൗട്ട് ഹെസിറ്റേഷൻ ഒരു ട്യൂട്ടിക്ക് ട്യൂട്ടറോട് ഡൗട്ട് ചോദിക്കാനോ അല്ലെങ്കിൽ സ്വന്തം എന്ത് തോന്നുന്നു എന്ന് പറയാനോ ഒക്കെ പറ്റും. ദെൻ അഡീഷണൽ സപ്പോർട്ട് ഈസ് പ്രൊവൈഡഡ് ബൈ ടീച്ചേഴ്സ് ടൈം ടു ടൈം. ഇപ്പോൾ ഇവിടെ ട്യൂട്ടിയെ പഠിപ്പിക്കുകയാണെങ്കിലും ഒരു അഡീഷണൽ സപ്പോർട്ട് ആര് തരും? ഇവിടെ സൂപ്പർവൈസിങ് ടീച്ചർ എല്ലാ കാര്യത്തിലും ഒരു അഡീഷണൽ സപ്പോർട്ട് ആർക്ക് തരും? ട്യൂട്ടർക്കും തരും, അതേപോലെ തന്നെ ട്യൂട്ടിക്കും തരും. അപ്പോൾ അങ്ങനെയാണ്, ഇങ്ങനെ നോക്കുമ്പോൾ ഈ 7 പോയിൻറ്റ്സ് നമുക്ക് അഡ്വാൻറ്റേജസ് ഓഫ് പിയർ ട്യൂട്ടറിങ് ആയിട്ട് എഴുതാം. ഇനി നമുക്ക് ഈ മെത്തേഡിൻ്റെ ലിമിറ്റേഷൻസ് എന്തെല്ലാമെന്ന് നോക്കാം. സം ടൈം മാനേജ്മെൻറ്റ് പ്രോബ്ലം മേ റൈസ്. നിങ്ങൾക്കറിയാം, ഇവിടെ ട്യൂട്ടർക്ക് ഒരു നല്ല ഒരു ട്രെയിനിങ് കൊടുക്കണം, ടീച്ചർ സൂപ്പർവൈസർ കൊടുക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലതരത്തിൽ വീക്കായിട്ടുള്ള കുട്ടികൾ ക്ലാസ്സിലുണ്ടാവും. അപ്പോൾ ഒരു കുട്ടിക്ക് ഒരു ട്യൂട്ടർ എന്ന് വെച്ച് നോക്കുമ്പോൾ പല ട്യൂട്ടേഴ്സിനും ട്രെയിനിങ് കൊടുക്കേണ്ടി വരും ടീച്ചർ സൂപ്പർവൈസർ. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രെന്യൂസ് പ്രോസസ്സല്ലേ. അപ്പോൾ ഇതിൻ്റെ മാനേജ്മെൻറ്റിന് ചിലപ്പോൾ പ്രോബ്ലംസ് ഉണ്ടാവാം. പിന്നെ ഫോർ അസൈനിങ് എ ട്യൂട്ടർ പ്രോപ്പർ ട്രെയിനിങ് ഷുഡ് ബി ഗിവൺ ടു എ ട്യൂട്ടർ. അല്ലെ, ആ ട്യൂട്ടറിന് പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പല ട്യൂട്ടിയെ പഠിപ്പിക്കാനുള്ള ട്യൂട്ടേഴ്സിന് വേറെ പല രീതിയിലുള്ള ട്രെയിനിങ് ആയിരിക്കും കൊടുക്കേണ്ടത്. അതും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ദെൻ കോൺഫ്ലിക്റ്റ് മേ റൈസ് ആൻഡ് വിച്ച് ഹാമ്പർ ദ പിയർ ട്യൂട്ടറിങ്. ഇപ്പോൾ ചിലപ്പോൾ കോൺഫ്ലിക്ട്സ് ഉണ്ടാവാം, ആരൊക്കെ തമ്മിൽ, ട്യൂട്ടിയും ട്യൂട്ടറും തമ്മിലുണ്ടാവാം. ചിലപ്പോൾ അവർ തമ്മിൽ പേഴ്സണലി എന്തെങ്കിലും രീതിയിലുള്ള ദേഷ്യമോ അല്ലെങ്കിൽ പ്രോബ്ലംസോ ഉള്ളവരാണെങ്കിൽ ചിലപ്പോൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാം. അപ്പോൾ ദ പിയർ ട്യൂട്ടറിങ് മെത്തേഡ് പ്രൊഡക്റ്റീവായിട്ട് നടന്നില്ലെന്നും വരാം. നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയും പോയിൻറ്റ്സാണ് നമ്മൾ പിയർ ട്യൂട്ടറിങ്ങിൻ്റെ കീഴിൽ പഠിക്കാനുള്ളത് നിങ്ങൾക്ക്. അപ്പോൾ ഇത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ.